സുവിശേഷത്തില് എനിക്കിഷ്ടപ്പെട്ട മനോഹരമായ ഒരു വാക്കുണ്ട്. അതിങ്ങനെയാണ്: യേശു അമരത്ത് തലയണ വെച്ച് ഉറങ്ങുകയായിരുന്നു. ഇതാണ് ഇന്നത്തെ സുവിശേഷം വായിച്ചപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വാക്യം. യേശു അമരത്ത് തലയണ വെച്ച് ഉറങ്ങുകയായിരുന്നു. നമ്മൾ എത്ര പേരാണ് രാത്രിയിലെ ശാന്തമായിട്ട് ഉറങ്ങുന്നത്? ഒരു ഡിസ്റ്റർബൻസ് ഇല്ലാതെ എത്ര പേര് ശാന്തമായിട്ട് രാത്രിയിൽ വളരെ മനോഹരമായിട്ട് ശാന്തമായിട്ട് നമുക്ക് എത്ര പേർക്ക് ഉറങ്ങുവാൻ സാധിക്കും? ഒരു ദുസ്വപ്നങ്ങളോ മറ്റു സ്വപ്നങ്ങളോ ഒന്നുമില്ലാതെ ശാന്തമായിട്ട് നമ്മൾ കിടക്കുന്നത് മുതൽ ഉണരുന്നത് വരെ ശാന്തമായിട്ട് എത്ര പേർക്ക് ഉറങ്ങുവാൻ സാധിക്കും? ഈ രാത്രികാലങ്ങള് ശാന്തമായി ഉറങ്ങുന്നവര് ഒരു ഡിസ്റ്റർബും ഇല്ലാതെ, ഒരു പ്രയാസങ്ങളില്ലാതെ, ബുദ്ധിമുട്ടുമില്ലാതെ രാത്രികാലങ്ങളിൽ ശാന്തമായി ഉറങ്ങുന്നവർ ഭാഗ്യവാന്മാരാണ്. കാരണം അവർക്ക് ദൈവത്തിന്റെ അനുഗ്രഹം പ്രത്യേകമായിട്ടുണ്ട്. ശാന്തമായി ഉറങ്ങുന്നവരെ ബൈബിൾ പറയുന്നത് അനുഗ്രഹിക്കുക. രാത്രിയിൽ ഒരാൾ ശാന്തമായി ഉറങ്ങിയാൽ അതിനർത്ഥം ആ വ്യക്തിക്ക് ദൈവത്തിന്റെ അനുഗ്രഹം പ്രത്യേകമായിട്ട് ലഭിച്ച വ്യക്തികൾക്ക് മാത്രമേ രാത്രികാലങ്ങളിൽ ശാന്തമായിട്ട് ഉറങ്ങുവാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഇന്നത്തെ വചനത്തിന്റെ ഈ ഉള്ളടക്കം നമുക്കറിയാം. കർത്താവും ശിഷ്യന്മാരും കൂടി വഞ്ചിയിലെ യാത്ര ചെയ്യുകയാണ്. വഞ്ചിയില് അവർ യാത്ര ചെയ്യുമ്പോൾ പെട്ടെന്ന് ഒരു വലിയ കാറ്റ്, വചനം പറയുന്നത് ശക്തമായ ഒരു കൊടുങ്കാറ്റുണ്ടായി. ശക്തമായ കൊടുങ്കാറ്റുണ്ടായപ്പോൾ വള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും ഉലയുവാൻ തുടങ്ങി. തിരമാലകൾ വള്ളത്തിലോട്ട് അടിച്ച് കയറി. അങ്ങനെ അവിടെ മൊത്തം കോലാഹലമാണ്. ശിഷ്യന്മാര് അവർ കഴിയുന്ന രീതിയിൽ വഞ്ചിയെ നിയന്ത്രിക്കുവാൻ ശ്രമിക്കുന്നു. ചിലപ്പോൾ വഞ്ചി മറിയാൻ സാധ്യതയുണ്ട്. വഞ്ചി പറഞ്ഞാൽ എല്ലാവരും വെള്ളത്തിൽ വീഴും, പിന്നെ അറിയാലോ. അവർ കഴിയുന്ന രീതിയിൽ വഞ്ചിയെ നിയന്ത്രിക്കുവാൻ ശ്രമിക്കുകയാണ്. പക്ഷെ ഈ സമയത്ത് ഈ എല്ലാ കോലാഹലങ്ങളും നടക്കുമ്പോൾ കർത്താവ് അമരത്ത് ഒരു തലയണ വെച്ച് ശാന്തമായിട്ട് ഉറങ്ങുകയാണ്. കർത്താവ് കാറ്റടിക്കുന്നതോ അല്ലെങ്കിൽ തിരമാലകൾ വള്ളത്തിലേക്ക് അടിച്ചു വീഴുന്നതോ ശിഷ്യന്മാര് വള്ളത്തെ നിയന്ത്രിക്കുവാൻ ശ്രമിക്കുന്നതൊന്നും കർത്താവ് അറിയുന്നില്ല. കർത്താവ് ശാന്തമായിട്ട് സമാധാനമായിട്ട് വള്ളത്തിന്റെ അമരത്ത് തലയണ വച്ച് ശാന്തമായി ഉറങ്ങുകയാണ്. എങ്ങനെ സാധിക്കുന്നത്? ഇതെങ്ങനെ സാധിക്കും? നമ്മുടെ കുടുംബങ്ങളിൽ എപ്പോഴെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ കുടുംബനാഥന് ശാന്തമായി ഉറങ്ങുവാൻ സാധിക്കുമോ? അല്ലെങ്കിൽ കുടുംബനാഥയ്ക്ക് ശാന്തമായി ഉറങ്ങുവാൻ സാധിക്കുമോ? അല്ലെങ്കിൽ മക്കൾക്ക് ശാന്തമായി ഉറങ്ങാൻ സാധിക്കുമോ? എന്തൊക്കെ പ്രശ്നങ്ങളാണ് നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാകുന്നത്? ആർക്കെങ്കിലും അന്ന് രാത്രിയിൽ അല്ലെങ്കിൽ ഉറങ്ങുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ആർക്കെങ്കിലും ശാന്തമായി ഉറങ്ങുവാൻ സാധിക്കുമോ? പക്ഷെ ഈശോ ഇവിടെ എന്തുണ്ടായിട്ടും, കൊടുങ്കാറ്റും തിരമാലകളും കാറ്റും കോളും എന്തുണ്ടായിട്ടും ശാന്തമായിട്ട് ഉറങ്ങുകയാണ്. എന്തുകൊണ്ടാണ് കർത്താവ് സാധിച്ചത്? എന്തുകൊണ്ട് ഈശോയ്ക്ക് സാധിക്കുന്നത്? നമ്മളെല്ലാവരും ഈശോയിൽ അടിയുറച്ച് വിശ്വസിക്കുന്നതാണ്. ഈശോയാണ് എന്റെ നാഥനും രക്ഷകനും എന്നൊക്കെ പറഞ്ഞ് കർത്താവ് അടിയുറച്ച് വിശ്വസിക്കുന്ന നമ്മളാണ്. എന്തുകൊണ്ട് ഈശോയ്ക്ക് ഇത് സാധിക്കുന്നു? കാരണം ഈശോയ്ക്ക് അറിയാം ആര് കൂടെയുണ്ട്? തന്റെ പിതാവായ ദൈവം എന്റെ കൂടെയുണ്ട്. എന്റെ പിതാവായ ദൈവം എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ ഒന്നിനെയും ഭയപ്പെടുകയില്ല. കാറ്റിനെയും ഭയപ്പെടുകയില്ല, കടലിനെയും ഭയപ്പെടുകയില്ല, ശിഷ്യന്മാരുടെ കോലാഹലയും. കാരണം ഞാൻ ഈശോ തന്റെ പിതാവിന്റെ ഉള്ളം കയ്യിലിരിക്കുകയാണ്. തന്റെ പിതാവിനെയും വഹിച്ചുകൊണ്ടാണ് ഈശോ എപ്പോഴും നടന്നത്. ആ പിതാവിന്റെ സ്നേഹം അറിയുന്നത്, ആ പിതാവിന്റെ തന്റെ പിതാവായ ദൈവത്തിന്റെ സംരക്ഷണത്തിലാണ് ഞാനെന്നുള്ള ഉറച്ച ബോധമാണ് ഈശോയെ ശാന്തമായിട്ട് കാറ്റും കോളും തിരമാലകളും ഉണ്ടായിട്ടും ശാന്തമായി ഉറങ്ങുവാൻ സഹായിക്കുന്നത് ഈ ഒറ്റ ബോധമാണ്, ഈ ഒറ്റ ബോധ്യമാണ്. എന്റെ പിതാവായ ദൈവം എന്റെ കൂടെയുണ്ട്. ആ ഒറ്റ ബോധം, ആ ബോധ്യം മാത്രം ഈശോയെ എന്ത് പ്രശ്നം ഉണ്ടായിട്ടും ഒന്നും ഈശോയെ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. കർത്താവ് ശാന്തമായിട്ട് ഉറങ്ങുന്നു. ഇത് തന്നെയാണ് നമ്മുടെ ഇന്നത്തെ നമുക്ക് ലഭിക്കുന്ന നമുക്ക് ഇന്ന് ലഭിക്കുന്ന സന്ദേശം. ഇത് തന്നെയാണ് നമ്മുടെ ജീവിതത്തില് നമുക്ക് സമാധാനം നൽകുന്നത് ഈശോയാണ്.
ഈശോയാണ് നമുക്ക് സമാധാനം നൽകുന്നത്. നമ്മളും നമ്മുടെ അനുദിന ജീവിതത്തിൽ ഒരുപാട് സംശയങ്ങളും ആകുലതകളും കഷ്ടപ്പാടുകളും ഒക്കെ നമ്മൾ നിരന്തരം അനുദിന ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഈ സംശയങ്ങളും ആകുലതകളും ഈ ജീവിതത്തിന്റെ അബദ്ധതയൊക്കെ എങ്ങനെയാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്? ചിലപ്പോഴൊക്കെ നമ്മൾ ചിലപ്പോൾ പകച്ചു നിന്ന് പോകും. എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നു? എന്തുകൊണ്ട് എൻ്റെ കുടുംബത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നു? എന്തുകൊണ്ട് എൻ്റെ വ്യക്തി ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മളൊക്കെ ചിലപ്പോൾ പകച്ചു നിൽക്കാറുണ്ട്. നമ്മളപ്പോൾ ചിന്തിക്കും, ഞാൻ എങ്ങോട്ട് പോകും, ആരുടെ അടുത്തേക്ക് പോകും എന്നൊക്കെ നമ്മൾ ചിലപ്പോഴൊക്കെ ചോദ്യം ചോദിക്കാറുണ്ട്. അപ്പോഴാണ് നമ്മൾ ഈ സമയങ്ങളിൽ നമുക്ക് പറ്റുന്ന ഒരു തെറ്റ്, നമ്മൾ ഈശോയിലേക്ക് നോക്കാറില്ല. നമ്മുടെ ഉള്ളില്, നമ്മുടെ ഹൃദയത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ ഭവനത്തില് ഇരിക്കുന്ന ഈശോയെ നമ്മൾ നോക്കാറില്ല. അതാണ് നമുക്ക് പറ്റുന്ന ഏറ്റവും വലിയ തെറ്റ്. നമ്മളിങ്ങനെ പകച്ചു നിൽക്കുമ്പോൾ, എന്ത് ചെയ്യണമെന്ന് അറിയാതെ നമ്മൾ ഇങ്ങനെ പകച്ചു നിൽക്കുമ്പോൾ നമ്മൾ നോക്കേണ്ടത് ഈശോയെയാണ്. നമ്മുടെ കുടുംബത്തിലിരിക്കുന്ന തിരുഹൃദയ ആ പടത്തിനെ ഒന്ന് നോക്കിയാൽ മതി. എത്ര ശാന്തമായിട്ടാണ് ഈശോ ആ ഫോട്ടോയില്, തിരുഹൃദയ ഈശോ, ആ ഈശോയുടെ പടം. നമ്മുടെ ഭവനിൽ എല്ലാവരും ആ തിരുഹൃദയത്തിന്റെ പടമുണ്ട്. ആ ശാന്തമായ മുഖം, ആ പ്രസന്നമായ മുഖം ഒന്ന് നോക്കിയാൽ നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായി. ഇപ്പൊ നമ്മുടെയൊക്കെ പ്രശ്നങ്ങൾ വഷളാകാൻ കാരണം നമ്മൾ ഈശോയെ നോക്കാറില്ല. നമ്മൾ ഈശോയോട് ചോദിക്കാറില്ല, കർത്താവേ, ഞാൻ ഈ അവസരത്തില്, എൻ്റെ ഈ ജീവിതത്തിലെ ഈ പ്രശ്നങ്ങളിൽ ഞാൻ എന്ത് ചെയ്യണം, എന്തെങ്കിലും പറഞ്ഞു തരാമോ എന്ന് നമ്മുടെ ഈശോയുടെ ആ തിരുഹൃദയത്തിലോട്ട്, ആ തിരുഹൃദയ പടത്തിലോട്ട്, ആ ശാന്തമായ ഈശോയുടെ മുഖത്തിലേക്ക് ഒരല്പനേരം നമുക്ക് നോക്കിയാൽ നമ്മൾ ശാന്തരാകും. നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും ശാന്തമാകും. അവിടെ നമുക്ക് ഈശോ നമുക്ക് ഉള്ളിൽ നിന്ന് പറയും, നീ ഈ അവസരത്തിൽ എന്താണ് ചെയ്യുന്നത്, നീ ഈ അവസരത്തിൽ ഇങ്ങനെ ചെയ്താൽ മതി. അതാണ് ആ സമാധാനം. അവിടെ നിന്ന് നമുക്ക് പിന്നെ സമാധാനമായി അത് മുറുകെ പിടിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കും. നമ്മളെല്ലാവരും നോക്കണം, നമ്മുടെ ജീവിതത്തില് ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈശോയുടെ ആ തിരുഹൃദയ പിക്ചറിലേക്ക് ഒന്ന് നോക്കുക. അവിടെ നോക്കിയാൽ മാത്രം മതി നമുക്ക് ആവശ്യമായ ആ സമയത്ത് നമ്മളൊന്ന് പിടിച്ചു മുന്നേറാനുള്ള കരുത്ത് നമുക്ക് ലഭിക്കും. രണ്ടാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെയൊക്കെ ആകുലത അതെടുത്ത് മാറ്റുവാൻ ഈശോയ്ക്ക് മാത്രമേ സാധിക്കത്തുള്ളൂ. ഇന്ന് നമ്മുടെ ഈ ലോകം മുഴുവനെയും പിടിച്ചു കുലുക്കുന്ന ഏറ്റവും വലിയ മാനസിക അസുഖമാണ് ആകുലത. ആകുലത എന്ന് പറഞ്ഞ സാധനം അത് എല്ലാവർക്കും, എല്ലാ മനുഷ്യരെയും ഈ പിടിച്ചു കുലുക്കുകയാണ്, പ്രത്യേകിച്ച് ഈ ആധുനിക ലോകത്ത്. അപ്പം എന്തിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ ആകുലപ്പെടുന്നത്? പല കാരണങ്ങളുണ്ട് നമുക്ക് ആകുലത. ഒന്നാമതായിട്ട് നമ്മൾ ആകുലപ്പെടുന്നത് നമ്മളെ കുറിച്ച് തന്നെയാണ്. ഓരോരുത്തർക്കും അവരെ കുറിച്ച് ആകുലതയും പരാതികളുമാണ്. പറയുന്നതാണ്, എല്ലാം ഞാൻ ഒറ്റയ്ക്ക് ചെയ്യണം, ഇവിടെ വീട്ടിലായാലും ഓഫീസിലായാലും എല്ലാം ഒറ്റയ്ക്ക് ചെയ്യണം, എന്നെ സഹായിക്കാൻ ആരുമില്ല. ചിലരൊക്കെ പറയും, എൻ്റെ ജീവിതത്തിൽ ലക്ഷ്യബോധമില്ല, ഞാൻ എവിടേക്ക് പോകുന്നു, രാവിലെ എണീക്കുന്നു, രാത്രി ഉറങ്ങുന്നു, ഞാൻ എന്ത് ചെയ്യുന്നത് ലക്ഷ്യബോധമില്ല. അത് ലക്ഷ്യബോധമില്ലാതെ ആകുലപ്പെടുന്നവർ ജീവിതത്തിൽ ഓർഡറില്ല. എന്തൊക്കെ ചെയ്യുന്നു, എണീക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, ഉറങ്ങുന്നു. എന്താണ് ലക്ഷ്യബോധം? ഒരു ലക്ഷ്യബോധമില്ലാതെ ആകുലപ്പെടുന്ന ആ വ്യക്തികൾ. പിന്നെ ചിലർക്കൊക്കെ ഭാവിയെ കുറിച്ചാണ് ആകുലത. ഒരാഴ്ച ജോലിയുണ്ട്, ഇപ്പൊ ജോലി ചെയ്തിരിക്കുമ്പോഴും ഇനി അടുത്ത ആഴ്ച എനിക്ക് ജോലി കിട്ടുമോ എന്ന് പറഞ്ഞിട്ട് ആകുലപ്പെടുകയാണ്. ഇപ്പൊ ഈ ആഴ്ച കർത്താവ് ജോലിയുണ്ട്, ഇനി അടുത്ത ആഴ്ച ഈ ജോലി കഴിഞ്ഞിട്ട് എനിക്ക് അടുത്ത ആഴ്ച ജോലി കിട്ടുമോ എന്ന് ആകുലപ്പെട്ട് ഇപ്പോഴുള്ള സന്തോഷം പോലും നഷ്ടപ്പെട്ട് നിരന്തരം 24/7 ആകുലപ്പെട്ട് ജീവിക്കുന്നവരുണ്ട്. പിന്നെ ആകുലപ്പെടുന്നവർ ഫാമിലിയെ കുറിച്ച്, മക്കളെ കുറിച്ചുള്ള ആകുലത, ഭാര്യയെ കുറിച്ചുള്ള ആകുലത, ഭർത്താവിനെ കുറിച്ചുള്ള ആകുലത, അങ്ങനെ നിരന്തരം ആകുലപ്പെട്ട് മുഖത്ത് സന്തോഷമില്ലാതെ ഒരുമാതിരി മൂടിപ്പുതച്ച് ജീവിക്കുന്നത് പോലെ അവസ്ഥ. അപ്പൊ മനുഷ്യൻ മൊത്തം ആകുലപ്പെടുകയാണ്. ഈ സമയത്താണ് കർത്താവ് പറയുന്നത്, നീ എന്തിനു ആകുലപ്പെടുന്നു, നീ എന്തിനു ഭയപ്പെടുന്നു, നീ ആകുലപ്പെടേണ്ട ആവശ്യമില്ല.
കർത്താവിന്റെ സംരക്ഷണത്തിലുള്ള ബോധം, ഞാൻ നിന്റെ കൂടെ ഉണ്ട് എന്ന ബോധം നിനക്ക് നഷ്ടപ്പെടുമ്പോഴാണ് നിനക്ക് എല്ലാ ആകുലതയും ഉണ്ടാകുന്നത്. ഈ ആഴ്ച ജോലി ഉണ്ടെങ്കിൽ അടുത്ത ആഴ്ച ജോലി കിട്ടും, അല്ലെങ്കിൽ ഇന്ന് ഈ ആഴ്ച ജോലി ഉണ്ടെങ്കിൽ അടുത്ത ആഴ്ച ജോലി കിട്ടും എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തില് ജീവിക്കാനായിട്ട് കർത്താവ് പറയുകയാണ്. ഈ നമ്മുടെ ഇന്നത്തെ വചനത്തില് ശിഷ്യന്മാര് അവർ പരമാവധി ശ്രമിക്കുന്നത്, എന്നിട്ട് അവസാനമാണ് കർത്താവ് അവരത്ത് തലയോട് തുറന്നത് കാണുന്നത്. അവർ തുടക്കത്തിൽ തന്നെ കർത്താവ് ഉണ്ട് എന്നുള്ള ബോധ്യം ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് ഇത്രമാത്രം കഷ്ടപ്പെടേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. കാറ്റുണ്ടായപ്പോൾ ഉടനെ കർത്താവ് എണീക്കുക, കാറ്റ് വന്നു, ഉടനെ തന്നെ കർത്താവ് അവരെ ഒരു കഷ്ടപ്പാടില്ല രക്ഷിക്കുകയാണ്. അതുപോലെയാണ് നമ്മുടെ ജീവിതം. നമ്മളാൽ കഴിയുന്ന എല്ലാം ചെയ്യും. ചിലപ്പോൾ നമ്മൾ ചെയ്യുന്നത് ആ സാഹചര്യത്തിന് യോജിച്ച വാക്കുകളാണ്, ചിലപ്പോൾ വാക്കുകൾ പ്രവൃത്തികളായിരിക്കില്ല. പക്ഷേ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ഉടനെ തന്നെ ആ തുടക്കം തന്നെ ഒന്ന് കർത്താവെ ഓർത്ത്, കർത്താവെ ഞാൻ ഈ സാഹചര്യത്തില് ഈ അവസ്ഥയിൽ എന്ത് ചെയ്യണം, എന്റെ ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ടുണ്ട്, അല്ലെങ്കിൽ എന്റെ ഭർത്താവിന്, എന്റെ ഭാര്യ, എന്റെ മക്കളില് ഒരു ബുദ്ധിമുട്ടുണ്ട്, ഞാൻ ഈ സാഹചര്യത്തിൽ എന്ത് ചെയ്യണമെന്ന് ആ പ്രശ്നത്തിന്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ കർത്താവിനെ വിളിച്ചാൽ ഉടനെ നമുക്ക് ആ സാഹചര്യത്തില് എന്ത് ചെയ്യണമെന്നുള്ള ആ വിവേകം, ആ ബുദ്ധി കർത്താവ് നൽകും. അവിടെ പിന്നെ ആകൃതയില്ല, പ്രശ്നങ്ങളില്ല, സമാധാനമാണ്. സമാധാനത്തോടുകൂടി നമ്മുടെ ഓരോ കാര്യങ്ങളും കൈകാര്യം ചെയ്യും. അപ്പൊ നമുക്ക് എപ്പോഴും ഓർക്കേണ്ട കാര്യം, കർത്താവ് നമ്മോടൊപ്പം തന്നെയുണ്ട്. നമ്മുടെ സന്തോഷത്തിലും ദുഃഖത്തിലും നമ്മുടെ ജീവിതയാത്രയില് നമ്മുടെ ജീവനാകുന്ന തോണിയിൽ ഈശോ എപ്പോഴും ഉണ്ട്. നമ്മൾ ചെയ്യേണ്ടത് കർത്താവ് എൻ്റെ കൂടെയുണ്ട് എന്ന ബോധ്യത്തില് എല്ലാ സാഹചര്യത്തിലും എന്നെ സഹായിക്കാനായിട്ട് എൻ്റെ തമ്പുരാൻ എൻ്റെ കൂടെയുണ്ട് എന്ന ഒരൊറ്റ ബോധ്യം അതുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തില് സന്തോഷമുണ്ട്, സമാധാനമുണ്ട്, ആകുലതകളില്ല. എന്ത് പ്രശ്നം ഉണ്ടായാലും ഈശോ നമ്മളെ വളരെ അവിടെ നിന്ന് നമ്മളെ കാത്തുകൊള്ളും. ആ ബോധ്യത്തില് വളരാൻ വേണ്ടി നമുക്ക് ശ്രമിക്കാം. കർത്താവ് എൻ്റെ തോണിയില് എൻ്റെ കൂടെയുണ്ട്, ഞാൻ ആരെയും ഭയപ്പെടും, എനിക്ക് ആരെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല, എനിക്ക് കർത്താവ് തുണയായി താങ്ങായി ഈശോ ഉണ്ട് എന്ന ആ ബോധ്യത്തിൽ ജീവിക്കുവാൻ വേണ്ടി നമുക്ക് പരിശുദ്ധ ബലിയിൽ പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം.